തിരുരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് താനൂർ മുൻ MLA കൂടിയായ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പ്രതിഷേധം. അർഹതപ്പെട്ടവരുണ്ടായിട്ടും അവരെ അവഗണിച്ച് നിഷ്കളങ്കരായ തങ്ങൾമാരെ കരുവാക്കി ചിലരുടെ താൽപ്പര്യത്തിനായി സ്ഥാനാർത്ഥിയാക്കി. ഇതിന്റെ മാനദണ്ഡം പാർട്ടിയെ സ്നേഹിക്കുന്നവർ ചോദ്യം ചെയ്താൽ അത് അച്ചടക്ക ലംഘനമായി കാണരുത് എന്നാണ് അബ്ദുറഹ്മാൻ രണ്ടത്താനുടെ FB പോസ്റ്റ്. പ്രതിഫലം പറ്റാതെ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണെന്നും രണ്ടത്താണി വിമർശിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. കാരണം നമുക്ക് രണ്ടത്താണിയൊക്കെ പാർട്ടിയുടെ മുഖമായി ചാനൽ ചർച്ചകളിൽ സജീവമായി നിന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പക്ഷേ ഇത്തവണ സീറ്റില്ല. അനുമോദ്, ഇതിപ്പോൾ ലീഗിൽ ഇത്ര എന്താണ് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ വനിതാ ലീഗിൻ്റെ വിമർശനം ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ ലീഗിൻ്റെ മുഖമായി എന്നൊരാൾ വിമർശിക്കുന്നു. ഇത് അച്ചടക്ക നടപടിയിലേക്ക് പോകുമോ? ലീഗ് നേതൃത്വം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? രഞ്ജിത്ത്, നമുക്കറിയാം അസ്വാഭാവികം എന്ന് പറയുമ്പോഴും അത്ര പരമ്പരാഗത രീതിയിലല്ല ഇത്തവണ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തുള്ളത് എന്ന് നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തീരുമാനത്തിന് മുൻപ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ കൂടിയാലോചന നടത്തുകയും ഓരോ നേതാക്കളെയും അല്ലെങ്കിൽ ഓരോ തലത്തിൽ പ്രതിനിധീകരിക്കുന്ന നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട അഭിപ്രായം സ്വരൂപിക്കുകയും അങ്ങനെ വളരെ വിശദമായിട്ട് ഓരോ മണ്ഡലങ്ങളുടെ താല്പര്യം കൂടി അറിഞ്ഞതിന് ശേഷമാണ് തീരുമാനത്തിലെത്തിക്കുക. അത് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ലീഗിൽ കാണുന്ന ഒരു നടപടിയല്ല സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനുശേഷം ഉയരുന്ന ഇത്തരം പ്രതിഷേധങ്ങളെയും അത്തരത്തിൽ തന്നെ വേണം കാണുവാൻ. മുൻപ് സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. MK മുനീർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിന്മാറുന്നു. അവിടെയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ വിമർശനം ഇവിടെ ശ്രദ്ധേയമാവുന്നത്. കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന് വിജയസാധ്യതയുള്ള സീറ്റ് ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തെ പുനലൂർ ഒരു സീറ്റ് നൽകി മത്സരിക്കാൻ ഒരു അവസരം നൽകുക മാത്രമാണ് ചെയ്തത്. ഇത്തവണയും അദ്ദേഹം സീറ്റിനായി ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വം കാര്യമായി പരിഗണിച്ചില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാതിയുള്ളത്. വിജയസാധ്യതയുള്ള സീറ്റുകളിലൊന്നും അദ്ദേഹത്തിന്റെ പേര് വന്നില്ല. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരവും നൽകിയില്ല. അദ്ദേഹം മാത്രമല്ല, ആ ഒരു തലമുറയിൽപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ കാണുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല എന്നുള്ളതല്ല പറയുന്നത്. പകരം തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് പരസ്യമായി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ താഴെ തട്ട് മുതൽ MSFന്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പ്രതിനിധികളായിട്ട് വന്ന വ്യക്തികളാണ്. അത് TP അഷ്റഫ് അലി ആവട്ടെ, ഫൈസൽ ബാബു ആവട്ടെ, PK ഫിറോസ് ആവട്ടെ, PK നവാസ് ആവട്ടെ, അങ്ങനെയുള്ളവരൊക്കെ അത്തരത്തിൽ താഴെത്തട്ടിൽ പല വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളായി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രതിഷേധങ്ങളിലും സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും ഒക്കെ പങ്കെടുത്ത വ്യക്തികളാണ്. അവിടെയാണ് PMA സമീറിനെ കൊണ്ടുവന്ന വിഷയം ഉയരുന്നത്. PMA സമീർ MSFന്റെ പ്രതിനിധിയായിരുന്നു. അത് യൂത്ത് ലീഗിൻ്റെ ഒക്കെ പ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ചന്ദ്രികയുടെ ഫൈനാൻഷ്യൽ ഡയറക്ടർ എന്ന തരത്തിലാണ് പാർട്ടിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയത്. അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്. കമ്പനി സെക്രട്ടറി എല്ലാം അത്തരം പ്രവർത്തികളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രൊഫഷണൽ സംഭവങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചന്ദ്രികയുടെ ഫൈനാൻഷ്യൽ ഡയറക്ടർ എന്ന തരത്തിലാണ് അദ്ദേഹം പാർട്ടിയിൽ നേതൃത്വത്തിൽ എത്തുന്നത്. അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തത് ഒരുപക്ഷെ ഈ താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വരുന്ന നേതാക്കളെ അല്ലെങ്കിൽ പ്രവർത്തകരെ അവരെ പരിഗണിക്കാതെയാണ് എന്നൊരു വിമർശനമാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉന്നയിച്ചിരിക്കുന്നത്. അതും തങ്ങളെ നേരിട്ടല്ല, തങ്ങൾ ചിലരുടെ സ്ഥാനാർത്ഥം ലീഗിൽ സ്ഥാനാർത്ഥിത്വമാണ് പ്രശ്നമെങ്കിൽ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടും താനൂരിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.